ബഹുമാനപ്പെട്ട PC ജോർജിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് സമൂഹത്തിൽ എല്ലാവർക്കും നല്ലപോലെ അറിയാം. അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാ തുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പം അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിന് ഒറ്റ മറുപടിയായിട്ടുള്ളത് തരാനുള്ളത്. അത് ജനം തീരുമാനിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിപ്പം PC ജോർജിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ കൃത്യമായ മറുപടി ജനം കൊടുക്കുമെന്ന് ഞാൻ വിളിച്ചു പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ നാട്ടിലെ ജനം വളരെ വിവേകമുള്ളവരാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത. വിവേകമില്ലാത്തവർ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഭൂരിപക്ഷം ജനവും വിവേകമുള്ളവരാണ്. അവർക്ക് തോന്നുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കും. അത് PC ജോർജോ അല്ലെങ്കിൽ എൻ്റെ ഏത് സ്ഥാനാർത്ഥികൾക്കോ ആർക്കെങ്കിലും അവർ കൊടുത്തു കൊള്ളട്ടെ, അത് വേറൊരു വിഷയമാണ്. പക്ഷേ PC ജോർജിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ ക്രൈസ്തവ സഭയിലെ ബിഷപ്പുമാരെയാണ് പറഞ്ഞത്. അപ്പം ഞാനും അതിലൊരു ബിഷപ്പായതുകൊണ്ട് അത് കേട്ടപ്പോൾ എനിക്കും ഒരു വേദന ഉണ്ടായി. അദ്ദേഹം എപ്പോൾ പറഞ്ഞാലും ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്ന ഒരു പ്രവണത അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശീലത്തിൻ്റെ ഭാഗമാണ്. ആ ശീലത്തെ ആ ശീലമായിട്ട് മാത്രം കാണുക.